ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ശൂർപ്പണഖ വിലാപത്തെക്കുറിച്ചാണ്. രാവണ ഭഗിനിയും രോദനം ചെയ്തു, പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടക്കൊണ്ട, സാക്ഷാലഞ്ജന ശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ട, മുലയും മുക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടവനും ഉര ചെയ്താൽ, എന്തിതു വത്സേ ചൊല്ലിടന്നോടു പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ, ശക്രനോ ഗൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാനൊടുക്കുവൻ. സത്യം ചൊല്ലുന്ന നേരം അവളോ മുര ചെയ്താൾ, എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പനസക്തം, ശ്രീജിതനദീഷടനെന്തറിഞ്ഞിരിക്കുന്നു, രാജാവെന്നെന്തു കൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥ, ചാരചക്ഷുസും വിചാരവുമില്ലിതും നിത്യം, നാരിസേവയും ചെയ്തും കിടന്നിടലായിപ്പോഴും, കേട്ടതില്ലയോ ഖരദൂഷണ ത്രിശീരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും, പ്രഹരാർദ്ദന രാമൻ വേഗന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാനെന്തൊരു കഷ്ടമോർത്തം എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനം, എന്നോടു ചൊല്ലിടവൻ രാമനാകുന്നതെന്നും, എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നുമെന്നാൽ അന്തകൻ തനിക്കു നൽകിടുവനവനിനം. സോദരി ചൊന്നാളതു കേട്ടു രാവണനോടും, യാതുദാനാധിപതേ കേട്ടാലും പരമാർത്ഥം, ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടങ്കാലം, കാനനത്തോടെ ചെന്നു ഗൗതമി തടംബുക്കെ, സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കും നേരം, ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗദാശ്രയ ഭൂതൻ ജഡ വൽക്കലങ്ങളും പൂണ്ടു, ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും, സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും,
ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്ക ദേവഗന്ധർവ നാഗ മാനുഷ നാരീമാര്യം ഏവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം ഇന്ദിരാദേവി താനും ഗൗരിയും വാണി മധുവും ഇന്ദ്രാണി താനും മറ്റുള്ള അപ്സര ശ്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതിയെന്നു കൽപ്പിക്കാം വികൽപ്പമില്ലൽപ്പവും ഇതിനിപ്പം തൊൽപത്നിയാക്കിടുവാൻ തക്കവളവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടൻ മൽക്കുജാനസകർണ ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ വൃത്താന്തങ്കരനോടു ചെന്നു ഞാൻ അറിയിച്ചേ യുദ്ധാർത്ഥം നക്തഞ്ചരാനികിനിയോടുമവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക 3/4 കൊണ്ടവനൊടുക്കിനാൻ ഭസ്മമാക്കിടും പിണങ്ങിടുകിൽ വിശംഷണ വിസ്മയൻ രാമനുടെ വിക്രമം വിചാരിച്ച കന്നൽ നേർമിഴിയാളാം ജാനകി ദേവിയപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും തുൽസാകാശത്തിങ്കലാക്കിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകയിലെത്രയും നന്നു ഭവാൻ തത്സമത്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനാഗാത്രി തന്നെ കൊണ്ടുപോരികയുള്ളൂ സോദരി വചനങ്ങളിങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നെ മണിയറ തന്നിലങ്ങകമ്പുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാക മൂലം എത്രയും ചിത്രമോർത്തോളമിതമൊരു മർത്യനാൽ 3/4 നാഴിക നേരം കൊണ്ടു ശക്തനാനക്തഞ്ചര പ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോം വ്യക്തമാനുഷനല്ല രാമനെന്നതു നൂനം ഭക്തവത്സലനായ ഭഗവൻ പത്മേക്ഷണൻ മുക്തിദാനകമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ദാതാവും മുന്നം പ്രാർത്ഥിച്ചൊരു കാരണമിന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോ എന്നെ കൊല്ലുവാനൊരും പെട്ടുവന്നാനെങ്കിലും ചെന്നു വൈകുണ്ഠ രാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ എന്നും വാഴാൻ രാക്ഷസ രാജ്യമെന്ന് അല്ലലില്ലൊന്നു കൊണ്ടും മനസ്സി നിരൂപിച്ച കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നു കൊണ്ടും ഇത്തമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥം തത്വജ്ഞാനത്തോടു കൂടത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമൂർത്ത വിദ്വേഷബുദ്ധ്യാരാമൻ തന്നെ പ്രാപിക്കുകയുള്ളൂ ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല ഗീലേശൻ. അടുത്തതായി പാരായണം ചെയ്യാൻ പോകുന്നത് രാവണ മാരീച സംവാദത്തെക്കുറിച്ചാണ്. ഇത്തരം നിരൂപിച്ചു രാത്രിയം കഴിഞ്ഞിതു ചിത്രഭാനുവും ഉദയാദ്രി മൂർധനി വന്നു തേരതിയിലെറിയിടിനാൻ ദേവസഞ്ചയ വൈരി പാരാതെ പാരാവാര പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടം
മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളേ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവിടിനാമാരീജനം ലൗകികാത്മനാഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉത്ഥാനം ചെയ്തു പൂണ്ടു കൊണ്ടു തന്മാറിയിലണിച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠം യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീജനം എന്തൊരാഗമനമീതകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്ക ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളൊരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതം മാരീചാവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടുന്നേരം സകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടൊപ്പോ രാമലക്ഷ്മണന്മാരെന്നിരുവരിതു കാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യെ വന്നു വാഴുന്നീതവർ ബലാൽ എന്നുടി ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും ചെയ്തേച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താനികനായിട്ടെതിർത്തോരണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനദീനു നീ ഹേമവർണ്ണം പൂണ്ടൊരു മന ചെന്നടിവിയ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കു വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ നിമമാ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതം പങ്ക്തി കന്ധരവാക്യം കേട്ടു മാരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഇവണ്ണമുര ചെയ്ത ആരുപദേശിച്ചതോ മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ല നിന്നുടെ നാശം വരുത്തിടുവാനവസരം തന്നെ പാർത്തിരിപ്പൊരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിയ നല്ലതല്ലേതും നിനക്കിത്തൊഴിലറിയുക നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരം മാമകേ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയം ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥം അറിഞ്ഞേൻ കേൾക്ക നീയം നാരദാദികൾ മുനി ശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടൻ പൗലസ്ത്യ പ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു ദയാനിധി നിന്തിരുവടി തന്നെ മാനുഷ വേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം മനുഷ്യനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനിന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യ പോയാലും പുരമ്പൊക്കു സുഖിച്ചു വസിക്ക നീ മായ മാനുഷ്യൻ തന്നെ
സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്ന നേരത്തെ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാദാനരവിന്ദോത്ഭവൻ തന്നോടു സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാനാളാരെടോ നന്നു നിഞ്ഞ ജ്ഞാനം ഞാനിങ്ങനെയോർത്തിയിലൊട്ടും. ഒന്നുകൊണ്ടും ഞാനടങ്ങിടുകയില്ല നുനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മനായി ചമന്നു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തെരിയിലേറ്റി കൊണ്ടെങ്ങോ പോന്നിടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനെ മറുത്ത് നീയുര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾക്കൂണ്ണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനം. നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്ന ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ. രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസ രാജ ഭവാനാജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു. വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തി കന്ധരൻ തെരിൽ അമറു കരേറിനാൻ. ചെന്താർബാണനും തെരിയിലേറിന അതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ള ചിന്തിച്ചു ദശാസ്യനു മന്ദനായി ചമന്നിതും. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടി കാട്ടി കാട്ടിലുൾപ്പൊക്കും. പിന്നെ വേഗന പുറപ്പെട്ടും തുള്ളി ചാടിയും മനോരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും. രാഘവാശ്രമസ്ഥലോപാന്തി സഞ്ചരിക്കുമ്പോൾ രാഗേന്ദു മുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിജേഷ്ഠിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനെ കാന്തേ കേൾനീ. രക്ഷനായകൻ നിന്നെ കൊണ്ടുപോവതീനിപ്പോൾ ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകജേ. നീയൊരു കാര്യം വേണം അതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യരാവണവധം കഴിഞ്ഞു കൂടുവോളം. ആശ്രയാശങ്കലൊരാണ്ടിരുന്നിടണം ജഗ ആശ്രയബുദ്ധി സിദ്ധി ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവി താനും കോമളഗാത്രീയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ. അടുത്തതായി പാരായണം ചെയ്യുന്നത് മാരീച നിഗ്രഹത്തെക്കുറിച്ചാണ്. മായ നിർമ്മിതമായ കനക മൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടൗര ചെയ്താൾ. ഭർത്താവെ കണ്ടില്ലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലിതിനെതും എത്രയോ മടുത്തു വന്നിടുന്നു മരുക്കമുണ്ടെത്രയും എന്നു തോന്നും.
കളിപ്പാനദി സുഖമുണ്ടിതു നമുക്കിങ്ങും വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചു കൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതി മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തും സോദരൻ തന്നോടും നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ യാതുദാനന്മാരുണ്ടു കാനനം തന്നീലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തു കൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടം പടുത്തമോടു ദൂരെ കുതിച്ചു ചാടും അപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടോ ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതീനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ പൊന്മാനും അതു കൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രയെന്നു രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയുടു കരഞ്ഞാനയോ പാപം ആഹാ ലക്ഷ്മണ മമ ഭ്രാതവേ സഹോദര അഹമേ വിധി ബലം പാഹി മാം ദയാനിധേ ആതുരനാഥൻ കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചൊല്ലുക വൈകിടാതെ അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ രക്ഷവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയോ ലക്ഷ്മണനതു കേട്ടു ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായ ദേവി കേൾക്കണം മമ വാക്യം മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനെത്രയുമേവങ്കരനതവൻ തന്നെ അന്ധനായി ഞാനും ഇതു കേട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ പങ്ക്തിഗന്ധരൻ തനിക്കതിനുള്ളുപായമിതെന്തെന്നറിയാതെ അരുൾ ചെയ്യുന്നീതത്രയെല്ലാം ലോകവാസികൾക്കാർക്കും ജയിച്ചു കൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകയില്ല രക്ഷണ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തന്മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാഥം ഭവിച്ചിടുന്നു നാഥേ ജാനകി അതു കേട്ടു കണ്ണുനീർ തുകെ തുകെ മനസ്സേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലി ഞാളതു നേരം രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം ഭാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്ന തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിലായല്ലോ രാമനാശകാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയം രാമനും നാശം വന്ന ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും ചേതസി ഭാര്യാഹരണോദനായ നിന്നെ സോദര ബുദ്ധ്യധരി ചില രാഘവനിതം രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമ
രാമപാദങ്ങളാണീ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്ത, നിനക്കു നാശമടുത്തിരിക്കുന്നിതു പാരം എനിക്കു നിരൂപിച്ച തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി ദിഗ്ദിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. വനദേവതന്മാരെ പാലിച്ചു കൊൾവിൻ മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ. ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയം. അടുത്തതായി പാരായണം ചെയ്യാൻ പോകുന്ന സീതാപഹരണത്തെക്കുറിച്ചാണ്. അന്തരം കണ്ടു ദശകന്ധരൻ മദന ബാണാന്തനായവതൻ ചിടിനാനവനിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായി ഉടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പുണ്ടാരക്ഷനാഥനെ കണ്ടു തക്ഷണം മായാ സീതാദേവിയും വിനീതയ നത്തസംഭുജ്യ ഭക്യ ഫലമൂലാദികളും ദത്വസ്വാഗത വാക്യമുക്ത പിന്നെയും ചൊന്നാം. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്നിടുക തപോനിധി. ഭർത്താവു വരുമിപ്പോൾ തോൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുദ്രുഡാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവൻ. ഇത്തരം മായാദേവി മുഗ്ധലാഭങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമല വിലോചനെ കാമിനിയാങ്കി നീയാരമലെ ചൊല്ലിടു നിൻ കമിതാവാരെന്നതും. നിഷ്ഠുരാജാതികളാം രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമിതന് നീയൊരു നാരിമണി താനെ വാഴുന്നതെന്തോരായുധ പാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനി സുതയതു കേട്ടുര ചെയ്തിടിന മേദിനി പതിവരനമയോധ്യാധിപതി വട്ടമില്ലാത ദശരഥന നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമൻ അത്ഭുത വീരൻ തന്നെ ധർമ്മപത്നി ജനകാത്മജനു ധന്യരാമനുജനൻ ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസിനായിങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. 14 കഴിവോളവും വേണം താനും അതിനു പാർത്തിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞിലേതും പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗളശീലേ ബാലേ പങ്കജ വിലോചനെ പഞ്ചബാണാധിവാസേ പൗലസ്യതനയന രാക്ഷസ രാജാവുനെ ത്രൈലോക്യത്തിങ്കലെന്നെ ആരറിയാതെയുള്ളൂ നിർമ്മലേ കാമ പരിതപ്തനായ ചമന്യുനെ. നിൻമൂലമതീനു നീ പോരണം മയാ സകം ലങ്കയാ രാജ്യം. വാനോർ നാട്ടിലും മനോഹരം കിങ്കരാനായേന്തവാലോകസുന്ദരി നദി. തപസവേഷം ഉണ്ട രാമനാലെന്തു ഫലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതി ഭയത്തോടം ഭവവൈവർണ്യം പൂണ്ടു ജാനകി ചെന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ. ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ. മേദിനി പതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടാമോ ഹരി പത്നിയെ ശശത്തിനും. കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു ഭൂമിയിൽ വീഴാനുള്ള കാരണം ഇതു നുനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തെങ്ങിടം ക്രോധം പൂണ്ടു മൂർച്ഛിതനായി അന്നേരം. തന്നെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം. 50 മഹാഭുജം അഞ്ജനാശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസ ഭയപ്പെട്ടു
വനദേവതമരൻ രാഘവ പത്നിയെയും തെരതിയിലെടുത്തു വച്ചാകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും. രാഘവ മമ സൗമിത്രേ കാരുണ്യാബ്ദേ അഹമൽ പ്രാണേശ്വര പാഹി മാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്തരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ടതിഷ്ടാഗ്രേ മമ സമിതൻ പത്നിയെയും കട്ടുകൊണ്ടിവിടേക്കു പോകുന്നു മൂടാത്മാവേ. അധരത്തിങ്കൾ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദത ബുദ്ധിയോടും ഗൃദ്രരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രുദ്രരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ദിയം പത്രാനില ക്ഷുബ്ധമായി ചമയുന്നിതദ്രികളിളകുന്നു വിദ്രുത മധുനേരം കാൽനഖങ്ങളെ കൊണ്ടു ശാപങ്ങൾ പൊടിപ്പെടുത്തനങ്ങളങ്കിരി മുറിഞ്ഞു വശം കിട്ടും. തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു തർത്തടം തകർത്തിതു കാക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും മുടങ്ങിതെന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രി ചാരീന്ദ്രനപ്പോൾ ധാത്രിപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാൻ. അക്ഷമനായിട്ടവൻ രക്ഷനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷത ചിത്തത്തോടും ദക്ഷിണാദിക്കു നോക്കി മറ്റൊരു തിരിയിലേറി തെറ്റെന്നു നടകണൻ. മറ്റൊരു പാലിപ്പനിലുറ്റവരായിട്ടെന്നോർത്തിട്ടു വീണിടുന്ന കണ്ണുനീരുടും. അപ്പോൾ കറ്റവാർ കുഴലിയാൻ ജാനകി ദേവി തന്നും ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായിരുന്നു. പ്രതിപുത്രിയും വരം പത്രിരാജനു നൽകി പ്രതിമണ്ഡല മകന്നാശു മേൽപൂട്ടു പോയാൾ. അയ്യോ രാഘവ ജഗന്നായകാദയാനിതേ നീ എന്നെ ഉപേക്ഷിച്ചതെന്തോ ഭർത്താവേ നാഥ. രക്ഷനായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ടരുമില്ലെനിക്കയ്യോ പാപം ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ. രക്ഷിച്ചു കൊള്ളേണമേ ദേവാരാ ദയാനിധേ രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ. ഭൂമിദേവിയുമെന്നെ വെടിഞ്ഞാളിതു കാലം പ്രാണവല്ലഭ പരിത്രാഹി മാ ജഗത്പദേ. കൗണപാധിപനെന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്തരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസ മഹാസത്വവാരിതേ നാഥ. ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനാനതു നേരം. പൃഥ്വിപുത്രയെങ്കിൽ പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നുത്തരിയാർദ്ധഖണ്ഡം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ യോഗം. വരികെന്നകതാരെ സ്മൃത കീഴ്പൊട്ടു നിക്ഷേപിച്ചിതു സീതാദേവി. മത്തനത്തഞ്ചരൻ അറിഞ്ഞിലതും അപ്പോൾ അബ്ദിയുമുത്തേരതൻ പത്തനം ഗത്വാ തൂർണം. ശുദ്ധാന്ത മധ്യേ മഹാശോകാനനാദേശേ ശുദ്ധഭൂതലെ മഹാശിംശപാതരുമൂലെ ഹൃദ്യമാരായ നിജരക്ഷനാരികളെയും നിത്യവും പാലിച്ചുകൾക്കെന്നുറപ്പിച്ചു തൻ്റെ വസ്ത്യമുൾപ്പുക്കു വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമായ ജാനകി ദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചിടിനാളതു കാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായ വക്രവും കുമ്പിട്ട് സംതപ്തമാ ചിത്തത്തോടം രാമരാമേതി ജവാധ്യാന നിഷ്ഠയാ ബഹുയാമിനി ചരകുല നാരികളുടെ മധ്യേ നിഹാരാശിതാതപവാദപീഡയും സഹിച്ചാഹാരാദികളെന്ന് കൂടാതെ ദിവരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ടു മായാസങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ലാത്തോ. അടുത്തതായി പാരായണം ചെയ്യാൻ പോകുന്നത് സീതാന്വേഷണത്തെക്കുറിച്ചാണ്. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീജാസുരമിതു കൊന്നു. വേഗേന നടക്കൊണ്ടാൻ ആശ്രമം നോക്കി പുനരാഗമ കാതലായ
രാഘവൻ തിരുവടി നാലഞ്ചു ശരപ്പടു നടന്നോരനന്തരം ബാലകൻ ദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനിതു മറിനിലല്ലോ പരമാർത്ഥം, ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്ന ദേവരു. രക്ഷനായകൻ കൊണ്ടുപോയതു മയാസിത ലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഈ കാര്യവും വന്നു ഗുണം. ദുഃഖിച്ചു കൊള്ളു ഞാനും പ്രകൃതൻ എന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ. രക്ഷനായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ. അഗ്നിമണ്ഡലെ വാഴും സീതയെ സത്യവ്യാജ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിങ്കൽ ഞാൻ മർത്തനായി പിറന്നതും മായമാനുഷനാകുമെന്നുടെ ചരിതവും മായ വൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമിതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖി പുനാൻ പ്രകൃത പുരുഷ പോലെ എന്ന ഗതാര് നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ. രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ട ജാതികൾക്കെന്തോന്നരുതാത്തത് തോർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രെ നിന്നുടനുടൻ തൊഴുതോ വിവശന ഗഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ. ബാഷ്പവും തുകെ തുകെ ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം ഹാ. രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയം തവ നാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു. സത്തരം ചെന്നു രക്ഷിക്കുന്നു എന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായ ഭാഷിതമിതു നൂനം. കൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയും മുര ചെയ്താൾ. എന്നോടു പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണി എന്നാൽ. സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി. നിന്തിരു മലരടി വന്നിപ്പാൻ വിട കൊണ്ടേൻ എങ്കിലും പിഴച്ചിതു പോന്നതോ സൗമിത്രേ നീ. ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ട യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയുമെന്നു നീ അറിയുന്നതിലെ. രക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ചുട ജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കി കാണാനാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ച നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹഹ വല്ലഭേ സീതേ ഹഹ മൈഥിലീനാഥേ ഹഹ ജാനകി ദേവി ഹഹ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യനീ വെളിച്ചത്തു വന്നിടു മടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാനോ വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു. വനജക്ഷണയായ സീതയെ സത്യം ചൊല്ലുവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. ഇത്തമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു സത്തരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടില്ലല്ലോ.
സർവത്ര സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനികൻ അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയനഖണ്ഡാനന്ദാത്മകൻ ജഗന്മയം മായയാ മനുഷ്യഭാവേന ദുഃഖി ചീടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെയും പീപ്പാനായി സത്വജ്ഞന്മാർക്കു സുഖ ദുഃഖഭേദങ്ങളെന്ന് ചിത്തെ തോന്നുകയുമില്ല, ജ്ഞാനമില്ലായ്കയാൽ. അടുത്തതായി ജടായു ഗതിയെക്കുറിച്ചാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. അത് അടുത്ത ദിവസം പാരായണം ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം.